ഒരു കരിങ്കല്ലിന്റെ ഉൾവശം മുഴുവനും തുരന്നു കളഞ്ഞു നിർമ്മിച്ച ക്ഷേത്രമുണ്ടോ? അതും നമ്മുടെ രാജ്യത്ത് ഉണ്ട്. അതാണ് മഹാരാഷ്ട്രയിലെ എല്ലോറ ക്ഷേത്രം. മനുഷ്യനിർമ്മിതമായ ലോകാത്ഭുതങ്ങൾ ഒന്നൊന്നായി അക്കമിട്ട് നിർത്തിയാലും എല്ലോറ ക്ഷേത്രം വേറിട്ട് തന്നെ നിൽക്കും. 760 ഈ ക്ഷേത്രം നിർമ്മിച്ചത്. ഭീമാകാരമായ ഒരൊറ്റ പാറക്കല്ലിൽ നിന്നാണ് ഇതിന്റെ നിർമ്മാണം എന്ന് പറയുമ്പോൾ ഞെട്ടലുണ്ടാകുന്നത് സ്വാഭാവികം തന്നെ. എല്ലോറയിലെ കൈലാസനാഥ ക്ഷേത്രത്തിന്റെ നിർമ്മിതി വ്യത്യസ്തമാകുന്നത് അതിനാൽ തന്നെയാണ്. ഏകദേശം 4 ലക്ഷം ടൺ പാറയെങ്കിലും അതിനുള്ളിൽ നിന്നും തുരന്നു മാറ്റിയിട്ടുണ്ടാകുമെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ഇതെങ്ങനെ സാധ്യമായി എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരമില്ല. എല്ലോറയിലെ 16-ാം നമ്പറായി അടയാളപ്പെടുത്തിയിരിക്കുന്ന കൈലാസനാഥ ക്ഷേത്രമാണ് ഇവിടുത്തെ ഏറ്റവും മനോഹരമായ നിർമ്മിതി. എല്ലോറയിലുള്ള 34 ക്ഷേത്രങ്ങളിൽ കൈലാസനാഥ ക്ഷേത്രം ആകാശത്തു നിന്ന് നോക്കിയാലും കാണാൻ കഴിയും. പുരാവസ്തു ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഏകദേശം 4 ലക്ഷം ടൺ പാറ തുരന്നു മാറ്റുക എന്നത് അവിശ്വസനീയമാണ് എന്നാണ്. മനുഷ്യർ ചെയ്യുകയാണെങ്കിൽ ഇതിന് ആയിരക്കണക്കിന് വർഷത്തെ പരിശ്രമം വേണ്ടിവരും. ചരിത്രം പരിശോധിച്ച ചരിത്രകാരന്മാർ പറയുന്നത് ഇത് നിർമ്മിക്കാൻ അത്രയും കാലം എടുത്തിട്ടില്ലെന്നും ചെറിയ കാലയളവിൽ ഇതെങ്ങനെ സാധ്യമായെന്നുമെന്നാണ്. 1682 ഔറംഗസീബ് എന്ന മുഗൾ രാജാവ് ഇത് മുഴുവനും തകർത്തു കളയാൻ ഉത്തരവിട്ടു. 1000 ആളുകൾ 3 വർഷം നിരന്തരം പരിശ്രമിച്ചിട്ടും ഏതാനും ചില കൊത്തുപണികൾ ഒഴികെ ഒന്നും തകർക്കാൻ കഴിഞ്ഞില്ല. മഹാരാഷ്ട്രയിലെ ഔറംഗബാദിൽ നിന്നും 30 കിലോമീറ്റർ ദൂരെയായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ചരണാദ്രി കുന്നുകളുടെ ചെങ്കൂത്തായ ഭാഗം തുറന്നാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. 5-ാം നൂറ്റാണ്ട് മുതൽ 10-ാം നൂറ്റാണ്ട് വരെയുള്ള കാലയളവിൽ നിർമ്മിച്ച ബുദ്ധ, ഹിന്ദു, ജൈന ഗുഹാക്ഷേത്രങ്ങളും വിഹാരങ്ങളുമാണ് ഇവിടെയുള്ള 34 ഗുഹകളിലുള്ളത്. വലിയൊരു പാറയെ തന്നെ ക്ഷേത്രമാക്കി മാറ്റിയ അനുഭവം ഇവിടെ മാത്രമാണുള്ളത്. 31 മീറ്റർ നീളവും 46 മീറ്റർ വീതിയുമുള്ള പിരമിഡ് മാതൃകയിൽ 3 നിലകളിലായിട്ടാണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണം. ഇത് മനുഷ്യനിർമ്മിതമല്ലെന്ന് തന്നെയാണ് നല്ലൊരു വിഭാഗം ജനങ്ങളും ഇപ്പോഴും വിശ്വസിക്കുന്നത്. യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥാനങ്ങളിലൊന്നായ ഇവിടം ശില്പകലയുടെ ഉത്തമോദാഹരണമായിട്ടാണ് അറിയപ്പെടുന്നത്. 100ഓളം ഗുഹകളുള്ളതിൽ 34 ഗുഹകളിൽ മാത്രമാണ് സഞ്ചാരികൾക്ക് പ്രവേശനം അനുവദിക്കുന്നത്. 34 ഗുഹകളിൽ ആദ്യ 12 ബുദ്ധക്ഷേത്രങ്ങളും പിന്നീടുള്ള 17 ഗുഹകൾ ഹിന്ദു ക്ഷേത്രങ്ങളും ബാക്കിയുള്ള 5 ഗുഹകൾ ജൈന ക്ഷേത്രങ്ങളുമായാണ് അറിയപ്പെടുന്നത്. സാധാരണഗതിയിൽ തറകെട്ടിയാണല്ലോ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത്. എന്നാൽ ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണം തുടങ്ങിയത് ഏറ്റവും മുകളിലുള്ള ശിക്കാര ഭാഗം നിർമ്മിച്ചുകൊണ്ടായിരുന്നു. അതിന് പിന്നിലൊരു കഥയുണ്ട്. ഒരിക്കൽ ഈ പ്രദേശത്തെ ഒരു രാജാവ് അപൂർവമായ ഒരു അസുഖം പിടിപെട്ട് കിടപ്പിലായത്രേ. എത്രയെത്ര ചികിത്സകൾ ചെയ്തിട്ടും പ്രശസ്തരായ വൈദ്യന്മാർ ചികിത്സിച്ചിട്ടും അസുഖത്തിന് യാതൊരു മാറ്റവും വന്നില്ല. അവസാനം രാജ്ഞി ഗ്രീഷ്ണേശ്വര ശിവനോട് പ്രാർത്ഥിക്കുകയും അസുഖം ഭേദമായാൽ ഒരു ക്ഷേത്രം നിർമ്മിക്കാമെന്ന് വാക്കു നൽകുകയും ചെയ്തു. ഒപ്പം ക്ഷേത്രത്തിന്റെ മുകൾ ഭാഗം കാണുന്ന നാൾ വരെ താൻ ഉപവാസം സ്വീകരിക്കുമെന്നും വാക്കു നൽകി. പ്രാർത്ഥനയുടെ ഫലമായി രാജാവിന്റെ അസുഖം ഭേദമായി. വാക്കു പാലിക്കുന്നതിനായി ക്ഷേത്ര നിർമ്മാണം ആരംഭിച്ചു. എന്നാൽ ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ മാത്രമാണ് ക്ഷേത്രത്തിന്റെ മുകൾ ഭാഗം അഥവാ ശിക്കാര കാണണമെങ്കിൽ മാസങ്ങൾ സമയമെടുക്കുമെന്ന് മനസ്സിലായത്. എന്നാൽ അതുവരെ ഉപവാസം ഇരിക്കുവാൻ സാധ്യമല്ലല്ലോ. അപ്പോഴാണ് ദൈവദൂതനെ പോലെയുള്ള ഒരു പണിക്കാരൻ എത്തിയത്. തനിക്ക് ഒരാഴ്ച സമയം നൽകിയാൽ മതി, അതിനുള്ളിൽ ക്ഷേത്രത്തിന്റെ മുകൾ ഭാഗം കാണുന്ന രീതിയിൽ താൻ ക്ഷേത്രം നിർമ്മിക്കാമെന്ന് പറഞ്ഞു. അത് വിശ്വസിച്ച് പണി തുടങ്ങി ഒരാഴ്ചക്കുള്ളിൽ തന്നെ ക്ഷേത്രത്തിന്റെ മുകൾ ഭാഗം കാണാൻ സാധിച്ചുവെന്നും അതാണ് ഇന്ന് കാണുന്ന ഈ ക്ഷേത്രമെന്നുമാണ് വിശ്വാസം. ദൈവങ്ങൾ അധിവസിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന കൈലാസ പർവ്വതത്തിന്റെ രൂപത്തിലാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് സൂക്ഷ്മമായി പഠിച്ചവർ പറയുന്നത് ക്ഷേത്രം കല്ലിൽ കൊത്തിയെടുത്തപ്പോൾ തന്നെ വെള്ള നിറം കൊണ്ട് ക്ഷേത്രം മുഴുവനും പൂശിയത്രേ. കൈലാസ പർവ്വതത്തെ പോലെ തോന്നിപ്പിക്കാനായിരുന്നു ഇതെന്നാണ് വിദഗ്ധർ പറയുന്നത്. ലോകത്തെ ഏറ്റവും പഴക്കം ചെന്ന കല്ലിൽ കൊത്തിയിരിക്കുന്ന ക്ഷേത്രവും ഇതുതന്നെയാണ്. ഏകദേശം 7000-ലധികം പണിക്കാർ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നതായി പറയപ്പെടുന്നു. തുടർച്ചയായ 16 മണിക്കൂർ സമയം വരെ പണിക്കാർ ഇത് പൂർത്തിയാക്കുവാനായി ജോലിയെടുത്തിരുന്നു. വൈദ്യുതിയൊന്നും ഇല്ലാതിരുന്ന ആ കാലത്ത് ഇരുട്ടുമ്പോൾ വെളിച്ചം കാണുവാനായി കണ്ണാടിയുടെ പ്രതിഫലനം ഉപയോഗിച്ചിരുന്നു അത്രേ. ഇത്രയൊക്കെയാണെങ്കിലും പലരും വിശ്വസിച്ചിരിക്കുന്നത് ഇത് മനുഷ്യനിർമ്മിതമല്ല എന്നു തന്നെയാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് യാതൊരു സാങ്കേതിക വിദ്യയും കൂടെ ഇല്ലാതിരുന്ന കാലത്ത് മനുഷ്യർക്ക് ഇങ്ങനെയൊന്ന് നിർമ്മാണം അസാധ്യമായിരുന്നു എന്ന് തന്നെയാണ്. ബഹിരാകാശ ജീവികളോ അല്ലെങ്കിൽ അന്യഗ്രഹത്തിൽ നിന്നുള്ളവരോ ആയിരിക്കാം ഇത് നിർമ്മിച്ചതെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.